ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ നമ്മൾ പഠിച്ചത് GSMലെ ട്രാഫിക് ചാനൽസിനെ പറ്റിയാണ്. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി കൺട്രോൾ ചാനൽസിനെ പറ്റി പഠിക്കാം. അപ്പോൾ ട്രാഫിക് ചാനൽസ് നമ്മൾ ഫുൾ റേറ്റും ഹാഫ് റേറ്റും എന്ന് പറഞ്ഞുള്ള ക്ലാസിഫിക്കേഷനിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നോക്കി. ഇനി അടുത്തത് കൺട്രോൾ ചാനൽസിനെ പറ്റി നമുക്ക് നോക്കാം. 3 ടൈപ്സ് ഓഫ് കൺട്രോൾ ചാനൽസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ചാനലും, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ കൺട്രോൾ ചാനൽസും, ആൻഡ് തേർഡ് വൺ ഡെഡിക്കേറ്റഡ് കൺട്രോൾ ചാനൽസ് BCH, CCCH ആൻഡ് DCCH. ഈ ചാനൽ എന്നുള്ളതാണ് നമ്മുടെ CH എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ചാനൽ, കോമൺ കൺട്രോൾ ചാനൽ, ഡെഡിക്കേറ്റഡ് കൺട്രോൾ ചാനൽസ്. Each control channel consists of several logical channels which are distributed in time to provide necessary GSM control function. ഈ ചാനൽസിൻ്റെ എല്ലാ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കൺട്രോൾ ചാനൽസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ പറഞ്ഞു. ബേസ് സ്റ്റേഷനും മൊബൈൽ സ്റ്റേഷനും തമ്മിലുള്ള സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ ചാനൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചാനൽസിനും ഓരോരോ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. Several logical channels which are distributed in time to provide some necessary GSM control function. BCH and CCCH forward control channels implemented only on certain ARFCM channel and are allocated some time slots in a very specific manner. TS0, TS1 through TS7 carry regular TCH traffic. BCH ഉം CCCH ഉം forward control channels ആണ്. And DCCH എന്ന് പറഞ്ഞാൽ data may be sent during any time slot and in any format and any frame, and entire frames are specifically dedicated to certain DCCH transmission. അപ്പോൾ BCH ഉം CCH എന്ന് പറഞ്ഞാൽ TCH ട്രാഫിക്കിനായിട്ടുള്ളതാണ്. TS1 through TS7 ക്യാരി റെഗുലർ TCH ട്രാഫിക്. DCCH എന്ന് പറഞ്ഞാൽ DCCH സെർട്ടൻ ആയിട്ട് DCCH ട്രാഫിക്കിനുള്ളതാണ്. ഡെഡിക്കേറ്റഡ് കൺട്രോൾ ചാനലിലുള്ള ട്രാൻസ്മിഷന് വേണ്ടിയാണ് DCCH യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് രണ്ടെണ്ണമാണ് നമ്മൾ കോമൺ ആയിട്ട് ട്രാഫിക് ക്യാരി ചെയ്യാൻ വേണ്ടി ട്രാഫിക് ചാനൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ബ്രോഡ്കാസ്റ്റ് ചാനൽ. ബ്രോഡ്കാസ്റ്റ് ചാനൽ എന്ന് പറയുമ്പോൾ BCH ഓപ്പറേറ്റ്സ് ഓൺ ദ ഫോർവേഡ് ലിങ്ക് ഓഫ് സ്പെസിഫിക് ARFCN വിത്തിൻ ഈച്ച് സെൽ. ട്രാൻസ്മിറ്റഡ് ഡാറ്റ ഓൺലി ഇൻ ദ ഫസ്റ്റ് ടൈം സ്ലോട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഓൺലി ഫസ്റ്റ് ടൈം സ്ലോട്ട് TS0 മാത്രമേ ഡാറ്റ സെൻഡ് ചെയ്യുള്ളൂ. ഇറ്റ് ഓൺലി യൂസസ് ഫോർവേഡ് ലിങ്കിലാണ് BCH യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡ് സിങ്ക്രണൈസേഷൻ ഫോർ ഓൾ മൊബൈൽ വിത്തിൻ ദ സെൽ ആൻഡ് ഈസ് മോണിറ്റേർഡ് ബൈ മൊബൈൽ നെയ്ബറിംഗ് സെൽസ്. വെച്ചാൽ സിങ്ക്രണൈസേഷൻ മൊബൈൽ സ്റ്റേഷനുള്ള സിങ്ക്രണൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BCH യൂസ് ചെയ്യുന്നത്. BCH ഡിഫൈൻസ് 3 സെപ്പറേറ്റ് ചാനൽസ് വിത്തിൻ വിച്ച് ആർ ഗിവൺ ടു ആക്സസ് TS0 ഡ്യൂറിങ് വാരിയസ് ഫ്രെയിംസ് ഓഫ് 51 ഫ്രെയിം സീക്വൻസ്. അപ്പോൾ BCHന് 3 സെപ്പറേറ്റ് ചാനൽസ് ഉണ്ട്. BCHൻ്റെ ക്ലാസിഫിക്കേഷൻ 3 ടൈപ്സ് ഉണ്ട്. The first one is broadcast control channel BCCH. Forward control channel ആണ് BCCH എന്ന് പറഞ്ഞത്. It is used to broadcast information such as cell network and network identity and operating characteristics of the cell. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സെൽസിൻ്റെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ സെല്ലിൻ്റെ ഇൻഫർമേഷൻ, ഐഡൻറ്റിറ്റി, അതേപോലെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രോഡ്കാസ്റ്റ് ചാനൽ യൂസ് ചെയ്യുന്നത്, ബ്രോഡ്കാസ്റ്റ് കൺട്രോൾ ചാനൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾസോ ബ്രോഡ്കാസ്റ്റ് എ ലിസ്റ്റ് ഓഫ് ചാനൽസ് കറൻ്റ്ലി യൂസ് വിത്ത് ദ സെല്ല്. അതുപോലെ തന്നെ ആ സെല്ലിൽ യൂസ് ചെയ്യുന്ന ചാനൽസിൻ്റെ ലിസ്റ്റും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് ഫ്രീക്വൻസി കറക്ഷൻ ചാനൽ FCCH. ഇറ്റ്സ് എ ഡാറ്റാബേസ്ഡ് ആണ് FCCH എന്ന് പറയുന്നത്. ഒക്യുപ്പൈസ് TS0 ഫോർ ദ GSM ഫ്രെയിമിൽ TS0 എന്ന് പറഞ്ഞ ഇതിലാണ് അത് ഒക്യുപ്പൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് റിപ്പീറ്റഡ് ആഫ്റ്റർ എവറി 10 ഫ്രെയിംസ് വിത്തിൻ ദ കൺട്രോൾ ചാനൽ മൾട്ടിഫ്രെയിം. അപ്പോൾ മൾട്ടിഫ്രെയിമിൽ ഓരോ 10 ഫ്രെയിംസ് കഴിയുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യും. അലോസ് ഈച്ച് സബ്സ്ക്രൈബർ യൂണിറ്റ് ടു സിങ്ക്രണൈസ് ഇറ്റ്സ് ഇൻറ്റേർണൽ ഫ്രീക്വൻസി സ്റ്റാൻഡേർഡ് ടു ദ എക്സാക്ട് ഫ്രീക്വൻസി ഓഫ് ദി ബേസ് സ്റ്റേഷൻ. അപ്പോൾ ഇതൊന്ന് സബ്സ്ക്രൈബർ യൂണിറ്റിനെ ബേസ് സ്റ്റേഷനുള്ള ഫ്രീക്വൻസി ആയിട്ട് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻസി ആയിട്ട് സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ട് FCCH കൺട്രോൾ ചാനൽ യൂസ് ചെയ്യുന്നുണ്ട്. ദ തേർഡ് വൺ എന്ന് പറയുന്നത് സിങ്ക്രണൈസേഷൻ ചാനലാണ്. It's a broadcast in TS0 of the frame immediately following the FCCH frame and is used to identify the serving base station by allowing each mobile to frame synchronize with the base station. വെച്ചാൽ ഇത് നല്ല TS0 ഫ്രെയിമിൻ്റെ TS0ലാണ് ഉള്ളത്. അതിന് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് FCCH ഫ്രെയിമിനെ ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്തിട്ടാണ് SCH ചാനൽ വരുന്നത്. ഇറ്റ് സെർവിങ് ആസ് എ synchronization between serving for a synchronization between each mobile to frame synchronize with the base station. ഓരോ മൊബൈലിനെ ഫ്രെയിമിനെ ബേസ് സ്റ്റേഷനായിട്ട് സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ SCH ചാനൽ യൂസ് ചെയ്യുന്നത്.
പിന്നെ ദ ട്രാൻസ്മിറ്റർ വൺസ് എവരി 10 ഫ്രെയിംസ് വിത്തിൻ ദ കൺട്രോൾ ചാനൽ മൾട്ടിഫ്രെയിം. ഇപ്പോൾ കൺട്രോൾ ചാനൽ മൾട്ടിഫ്രെയിമിൽ ഓരോ 10 ഫ്രെയിംസിന് ശേഷം ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും. ദ ഫ്രെയിം നമ്പർ എന്ന് പറഞ്ഞാൽ FN ആണ്. റേഞ്ച് 0 to 2715647 is sent with the base station identity code BSIC during the SCH based. അപ്പോൾ ഇതാണ് ഫ്രെയിം നമ്പർ. ഇത് നമ്മളിപ്പോൾ വരുന്നതിൽ കാണാൻ പറ്റും. ഫ്രെയിം നമ്പർ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് FN ആണ്. പിന്നെ ബേസ് സ്റ്റേഷൻ ഐഡൻറ്റി കോഡ് BSIC എന്ന് പറയും. അപ്പോൾ ഇതാണ് അടുത്ത്. അപ്പോൾ ഇനി അടുത്ത് നോക്കാനുള്ളത് നമ്മൾ സെക്കൻഡ് ടൈപ്പ് കോമൺ കൺട്രോൾ ചാനൽസ് ആണ് അടുത്തത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ചാനൽസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചാനൽസിൽ അടുത്തത് പറഞ്ഞാൽ GSM കൺട്രോൾ ചാനൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വരണം തന്നെ ബ്രോഡ്കാസ്റ്റ് ചാനലിൻ്റെ 3 ടൈപ്സ് ആണ് നമ്മൾ ആദ്യം നോക്കിയത്. പിന്നെ അടുത്ത് തന്നെ കോമൺ കൺട്രോൾ ചാനൽസ് ആണ്. ലാസ്റ്റ് വേണം ഡെഡിക്കേറ്റഡ് കൺട്രോൾ ചാനൽസ്. അപ്പോൾ കോമൺ കൺട്രോൾ ചാനൽസിൽ അത് 3 ഡിഫറെൻറ്റ് ചാനൽസ് ഉണ്ട്. കോമൺ കൺട്രോൾ ചാനൽസിന് CCCHന് പേജിങ് ചാനൽ, റാൻഡം ആക്സസ് ചാനൽ, ആക്സസ് ഗ്രാൻഡ് ചാനൽ. ഇപ്പോൾ ഫസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ പേജിങ് ചാനൽ PCH. ഫോർവേഡ് ലിങ്ക് ചാനൽ തന്നെയാണ് പേജിങ് ചാനൽ എന്ന് പറയുന്നത്. പ്രൊവൈഡിങ് പേജിങ് സിഗ്നൽ ഫ്രം ദ ബേസ് സ്റ്റേഷൻ ടു ഓൾ മൊബൈൽ ഇൻ ദ സെൽ ആൻഡ് നോട്ടിഫൈസ് എ സ്പെസിഫിക് മൊബൈൽ ഓഫ് ആൻ ഇൻകമിംഗ് സെൽ വിത്ത് ഒറിജിനേറ്റ്സ് ഫ്രം PSTN. ചില പേജിങ് സിഗ്നൽസ് കൊടുക്കും ഫ്രം ദ ബേസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാ മൊബൈൽസിലോട്ടും അല്ലെങ്കിൽ സെല്ലിലോട്ടും അവർക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കും. ഒരു കോൾ വരുന്നുണ്ടെന്നുള്ളത് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതാണ് ഈ പേജിങ് ചാനലിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. യൂസർ ടു പ്രൊവൈഡ് സെൽ ബ്രോഡ്കാസ്റ്റ് ആസ് ടെക്സ്റ്റ് മെസ്സേജ് ടു ഓൾ സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോൾ ടെക്സ്റ്റ് മെസ്സേജസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് ചാനൽ, RACH ചാനൽ. റിവേഴ്സ് ലിങ്ക് ചാനലാണ് റാൻഡം ആക്സസ് ചാനൽ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞെല്ലാം ഫോർവേഡ് ലിങ്കിലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ലിങ്കിലാണ് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ബൈ എ സബ്സ്ക്രൈബർ യൂണിറ്റ് ടു അക്നോളജ് എ പേജ് ഫ്രം ദ PCH. എന്നുവെച്ചാൽ അക്നോളജ് PCH ചാനൽ എന്ന് പറയുന്ന ഒരു പേജ് അല്ലെങ്കിൽ പേജ് സിഗ്നലിനെ അക്നോളജ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബർ യൂസ് ചെയ്യുന്നതാണ് ഈ റാൻഡം ആക്സസ് ചാനൽ എന്ന് പറയുന്നത്. റിവേഴ്സ് ലിങ്ക് ചാനൽ ആൻഡ് യൂസ്ഡ് ബൈ എ സബ്സ്ക്രൈബർ യൂണിറ്റ് ടു അക്നോളജ് എ പേജ് ഫ്രം PCH ആൻഡ് ഓൾസോ യൂസ്ഡ് ബൈ മൊബൈൽ ടു ഒറിജിനേറ്റ് എ കോൾ. അപ്പോൾ നമ്മളൊരു കോൾ ഒറിജിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. റാൻഡം ആക്സസ് ചാനൽ യൂസ് ചെയ്യുന്നുണ്ട്. യൂസസ് എ സ്ലോട്ടഡ് അലോഹ ആക്സസ് സ്കീം. ഈ അലോഹ എന്ന് പറഞ്ഞാൽ TDMA CDMA എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മൾട്ടിപ്പിൾ ആക്സസ് ടെക്നിക്കാണ് അലോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് റാൻഡം ആക്സസ് ചാനൽ യൂസ് ചെയ്യുന്നത് അലോഹ ആക്സസ് സ്കീമാണ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ആക്സസ് ഗ്രാൻഡ് ചാനൽ. ആക്സസ് ഗ്രാൻഡ് ചാനൽ എന്ന് പറഞ്ഞാൽ AGCH. യൂസ്ഡ് ബൈ ദ ബേസ് സ്റ്റേഷൻ ടു പ്രൊവൈഡ് ഫോർവേഡ് ലിങ്ക് ടു ദ മൊബൈൽ. ഇതൊരു ഫോർവേഡ് ചാനലാണ് ഫോർ മൊബൈൽ ആൻഡ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഫോർവേഡ് ലിങ്ക് ടു മൊബൈലിന് ഒരു ഫോർവേഡ് ലിങ്ക് കൊടുക്കാനും ആൻഡ് ക്യാരീസ് ഡാറ്റ വിച്ച് ഇൻസ്ട്രക്ട് ദ മൊബൈൽ ടു ഓപ്പറേറ്റ് ഇൻ എ പെർട്ടിക്കുലർ ഫിസിക്കൽ ചാനൽ വിത്ത് DCH. ഡാറ്റ കൺട്രോൾ ചാനലാണ് DCH. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൊബൈൽ ടു ഓപ്പറേറ്റ് ഇൻ എ പെർട്ടിക്കുലർ ഫിസിക്കൽ ചാനൽ. ഒരു മൊബൈലിന് ഒരു ഫോർവേഡ് ലിങ്ക് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ചാനലിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആക്സസ് ഗ്രാൻഡ് ചാനൽസ്. പിന്നെ അടുത്ത തേർഡ് ടൈപ്പ് നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ കൺട്രോൾ ചാനൽസിൽ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ഡെഡിക്കേറ്റഡ് കൺട്രോൾ ചാനൽ DCCH. അപ്പോൾ അതാണ് ഞാൻ അടുത്ത് നോക്കാനുള്ളത്. DCCH എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് കൺട്രോൾ ചാനൽ 3 ടൈപ്സ് ഉണ്ട്. GSM 3 ടൈപ്സ് ഉണ്ട്. ബൈഡയറക്ഷനിലാണ് DCCH എന്ന് പറയുന്നത്. ഹാവ് ദ സെയിം ഫോർമാറ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി ബോത്ത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ലിങ്കും. അതിന് സെയിം ഫോർമാറ്റും ഫംഗ്ഷനും ആണ്. ഫോർവേഡ് ലിങ്കിനും റിവേഴ്സ് ലിങ്കിലും സെയിം ഫോർമാറ്റും ഫംഗ്ഷൻസും ഒക്കെ സെയിം ആണ്. പിന്നെ അതിൽ തന്നെ ക്ലാസിഫിക്കേഷൻ 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻഡ് അലോൺ DCCHും ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ സ്ലോ അസോസിയേറ്റഡ് കൺട്രോൾ ചാനൽ ആൻഡ് തേർഡ് വൺ ഫാസ്റ്റ് അസോസിയേറ്റഡ് കൺട്രോൾ ചാനൽ. അപ്പോൾ ഫസ്റ്റ് വൺ ഡെഡിക്കേറ്റഡ് കൺട്രോൾ ചാനൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് അലോൺ DCCH. അതെന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ പ്രൊവൈഡഡ് സിഗ്നലിംഗ് സർവീസ് റിക്കോർഡ് ബൈ ദ യൂസർ. ഇപ്പോൾ യൂസറിൻ്റെ സിഗ്നൽ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡ് അലോൺ DCCH യൂസ് ചെയ്യുന്നത്. ആൻഡ് എൻഷുർ ദാറ്റ് ദ മൊബൈൽ സ്റ്റേഷൻ ആൻഡ് ദ ബേസ് സ്റ്റേഷൻ ഓഫ് ദി base station remain connected while the base station and MSC verify the subscriber unit and allocate resources for the mobile. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻഡ് അലോൺ DCCH ensure the mobile station and the base station remains connected while the base station and MSC verify the subscriber unit and allocate resources for the mobile phonesൻ്റെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ബേസ് സ്റ്റേഷനും മൊബൈൽ സ്റ്റേഷനും തമ്മിൽ കണക്ഷൻ ഉണ്ടോ, അതേപോലെ തന്നെ റിമൈൻ ദ കണക്ഷൻ MSC ആയിട്ട് ബേസ് സ്റ്റേഷന് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡ് അലോൺ DCCH യൂസ് ചെയ്യുന്നത്. ആൻഡ്
Standalone DCSH used to send authentication and alert messages. Is used to send authentication and alert messages. That's all about the standalone DCCH. And slow associated control channel and SACCH, used for supervising data transmission between the mobile station and the base station during a call. ഒരു കോൾ വരുന്ന സമയത്ത് സൂപ്പർവൈസിങ് ആക്ഷനോ ഒതൻറ്റിക്കേഷനോ അല്ലെങ്കിൽ സൂപ്പർവൈസിങ് ഡാറ്റ ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ദ മൊബൈൽ സ്റ്റേഷൻ ആൻഡ് ബേസ് സ്റ്റേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാച്ച് യൂസ് ചെയ്യുന്നത്, SACCH യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർവേഡ് ലിങ്ക് ഇസ് എ ഫോർവേഡ് ലിങ്ക് ചാനലാണ് സ്ലോ അസോസിയേറ്റഡ് കൺട്രോൾ ചാനൽ എന്ന് പറയുന്നത്. ആൻഡ് സാച്ച് ഈസ് യൂസ്ഡ് ടു സെൻഡ് സ്ലോ ബട്ട് റെഗുലർലി ചേഞ്ചിങ് കൺട്രോൾ ഇൻഫർമേഷൻ ടു ദ മൊബൈൽ സച്ച് ആസ് ട്രാൻസിറ്റ് പവർ ലെവൽ ഇൻസ്ട്രക്ഷൻസ്. എന്ന് വെച്ചാൽ ഫോർവേഡ് ലിങ്ക് ആണ് യൂസ്ഡ് ടു സെൻഡ് സ്ലോ ബട്ട് റെഗുലർലി ചേഞ്ചിങ് കൺട്രോൾ ഇൻഫർമേഷൻ, റെഗുലറായിട്ട് കൺട്രോൾ ഇൻഫർമേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫോർവേഡ് ലിങ്ക് ആണ് സ്ലോ ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഇനി റിവേഴ്സ് ലിങ്ക്, ഫോർവേഡ് ലിങ്കിൽ സാറ്റ് സ്ലോ ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ആൻഡ് റിവേഴ്സ് ലിങ്ക് ക്യാരീസ് ഇൻഫർമേഷൻ അബൌട്ട് ദ റിസീവ്ഡ് സിഗ്നൽ സ്ട്രെങ്ത് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ TCH ആസ് വെൽ ആസ് BCH ഇൻഫർമേഷൻ മെഷർമെൻറ്റ് റിസൾട്ട് ഫ്രം ദ നെയ്ബറിംഗ് സെൽസ്. അപ്പോൾ നെയ്ബറിംഗ് സെൽസിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തത് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിവേഴ്സ് ലിങ്കിൽ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫാസ്റ്റ് അസോസിയേറ്റഡ് കൺട്രോൾ ചാനൽ, FACCH, carries urgent message, contains essential the same type of information as SD, standalone CCH. എന്നുവെച്ചാൽ ക്യാരീസ് അർജൻറ്റ് മെസ്സേജസും എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് അസോസിയേറ്റഡ് കൺട്രോൾ ചാനൽസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് യൂസ് ഫോർ സൂപ്പർവൈസറി ഡാറ്റ ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ മൊബൈൽ സ്റ്റേഷൻ ആൻഡ് ബേസ് സ്റ്റേഷൻ ഡ്യൂറിങ് എ കോൾ. സൂപ്പർവൈസറി ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അസൈൻഡ് വെനെവർ എ standalone control channel has not been dedicated for a particular user and there is an urgent message. എന്നുവെച്ചാൽ സ്റ്റാൻഡലോൺ കൺട്രോൾ ചാനൽ എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ യൂസറിന് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഫാസ്റ്റ് അസോസിയേറ്റഡ് കൺട്രോൾ ചാനൽ യൂസ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഹാൻഡ് ഓഫ് റിക്വസ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദി കൺട്രോൾ ചാനൽസ്. ഇതാണ് ഡെഡിക്കേറ്റഡ് കൺട്രോൾ ചാനൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ 3 ക്ലാസിഫിക്കേഷനാണ് GSM കൺട്രോൾ ചാനൽസിൻ്റെ 3 ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സിനെ പറ്റി അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.